എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന എപ്പിസോഡ് സീരീസിലെ 5ാമത്തെ ഭാഗമാണ്. തങ്കം എന്നാണ് ഈ എപ്പിസോഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് 4 എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വരും കേട്ടോ. എന്നാൽ മാത്രമേ ഈ കഥ ഒരു കണ്ടിന്യൂസ് കഥയാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കാര്യങ്ങളൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് വീട്ടിലോട്ട് കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ 6 പേര് 100 രൂപ വീതം 2000 പോലെ ആവുന്നില്ലോ. ഇനി എത്ര കൂടിയാണ്? 2500 പറഞ്ഞത്. ഇനി പിന്നെ ഉണ്ടാവണ്ടല്ലോ. പക്ഷെ റേഷൻ ചന്ദ്രൻ അവൻ പറഞ്ഞില്ല, തീർത്തു. എന്നാ പിന്നെ മേലെ തങ്ങത്തിന് തൽക്കിയത് ഇത്രയും കാശുണ്ടായിരുന്നു. ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചോട്ടെ. പക്ഷെ നമ്മുടെ തങ്കം അവളിക്കായിട്ടു നിന്റെ അച്ഛനും അച്ഛനാണോ നമ്മുടെ ഭാഗം തങ്കത്തിന് കയറി വന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ എന്തൊക്കെ പണിയുടെ മുമ്പിലാണ്. ഇത്രയും നാളില്ലാത്ത പുകില പഞ്ചായത്ത് മെമ്പറാക്കി ഇപ്പൊ വയസ്സറിയിട്ട് അന്ന് മുതൽ തുടങ്ങിയതാ തങ്കറിയാതെ പഠനം കേൾവി. എന്നിട്ടിപ്പ 1 മാസത്തിൽ അവിടെ ആരെയും കിട്ടി മാനവരേക്ക് ജീവിക്കണം, അല്ലെങ്കിൽ കര വിട്ടു പോകണം. അതല്ലേലോ അങ്ങനെ ഈ താടി വരച്ചു തുടങ്ങിയാ പിന്നെ സദാചാരത്തിന് തൂക്കണം ചില കാരണവന്മാർക്ക് കേട്ടോ. അതെ, അച്ഛനുണ്ടാക്കിയ കുരുക്കായിരിക്കും ഞാൻ തന്നെ വേണമായിരുന്നേ. ചേക്കനെ കണ്ടുപിടിച്ചു. ഈ സ്ത്രീയുടെ ഒപ്പിക്കുള്ള ബിരുവിന്റെ വരുവാന്ന് ഞാനല്ലേ. മണി 18 പൊട്ടി വരുന്നല്ലേ ഒരു കത്തിലെഴുതി. അയ്യോ, എങ്കിൽ വാ പോവാം. അല്ലെങ്കിലേ നമ്മുടെ തങ്കത്തിന്റെ ഭാവി പോക്കാം. നമ്മളെ ഇവിടേക്ക് ഇരിക്കണ്ടോ സുരാജ് വരുന്നത്? തങ്കം അങ്ങോട്ട് നീങ്ങിയാലോ? അതെ, ആശ്വാസമായി. നിങ്ങൾ വായിക്കപ്പോഴേ ഞാനൊന്നും സംശയിച്ചു. അതെ, ഈ ഭഗവനാളെ ബോട്ട് കിട്ടിയില്ല. പിന്നെ ഇത് വരുന്നവരെ കാത്തു. അതാ ചേട്ടനാണോ തകതിന്? അതെ, സുകുമാരൻ. എന്നാ നമുക്ക് ഷാപ്പിക്കരുത്. ആയിക്കോട്ടെ അല്ലേ സുകുമാരൻ? പിന്നെ എല്ലാം തിരക്കണം. അവിടെ ആമക്കറി എങ്ങനെയുണ്ട് സുമാരൻ ചേട്ടോ? സുമാരൻ ചേട്ടോ? കൊള്ളാം. ഞാൻ നല്ല ബ്രാഹ്മണ കള്ളൊരു കോളടിച്ച് എരിവൊന്ന് താഴും. എരും പക്ഷേ അതങ്ങനെ എന്തിനാലോ കറി വേണ്ടല്ല. തങ്കവും കഴിച്ചോ? അതാണ് വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. മറ്റന്നാൾ നടത്താൻ തരുമോ? പറഞ്ഞു ചേട്ടാ, ഇത് ഇങ്ങനെ ചതിവുണ്ടോ? അല്ലേ, 3-4 ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കും. ഇതിനൊക്കെ ചെലവായി നോക്കും. താമസത്തിനല്ലേ ചെലവ്. പിന്നെ കിട്ടുകഴിഞ്ഞാൽ 1 മാസം കൂടെ തങ്കത്തിലൂടെ താമസിക്കണം. നാട്ടുകാരെ ബോധിപ്പിക്കാനാ. പിന്നെ ഇടയ്ക്ക് വന്ന് പോയി
ആ അത് ആലോചിക്കാം. വാ ആടാ. ശിവ, ഇതാണ് നമ്മുടെ തങ്കത്തിന്റെ ആള്. ഇത് പുള്ളിക്കാരനാ സുമാരൻ ചേട്ടൻ. പാക്കയുടെ ഈ ഷാപ്പ് കറിയൊക്കെ പിടിച്ചായിരുന്നോ? ആമ വെച്ചത് ഫസ്റ്റായിരുന്നു. പിന്നെ സമ്മാനില്ല. നമ്മുടെ തങ്കത്തിന്റെ ഒരു കാര്യം വരുമ്പോ ഞാൻ മാറിപ്പോ പിന്നെ 2-3 ദിവസം നമ്മുടെ ഓളച്ചന്റെ കാര്യങ്ങളില്ല. 3 നേരം ഭക്ഷണം ചെയ്യണം. പിന്നെ ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഇറങ്ങാം കേട്ടോ. നമ്മളതിന് കാണേണ്ടതല്ലേ. ശരി, കുറച്ചുകൂടെ തുന്നിയിട്ടാണ്. ഓ ഇതെന്നാ നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്ത് അതെ, ഞങ്ങളുടെ കരയിലെ അമ്പലത്തിലൊന്നും കെട്ട് നിർത്താൻ സമ്മതിക്കായിരുന്നു. ഇവിടെ പോലെ ശല്യമില്ല. ഉണ്ണിപ്പൊലി, ഉണ്ണിപ്പൊലി. വിളിച്ചിരിക്കായിരുന്നേ. വലിയ ഇവരാണോ? ആ ഈ പുള്ളിയാ സുമാരൻ ചേട്ടൻ. ഓ, നമസ്കാരം. ഞാൻ ഉണ്ണീഷ്ണൻ, ഇവിടുത്തെ പൂജാരിയാണ്. ഉരുപടി. ഓ, ഇന്ന് ശരി. നമ്മുടെ തങ്കത്തിലെ പേര് അപ്പോ ബുധനാഴ്ച നടന്നാലും ആയിക്കോട്ടെ. ഒരു 10:30 ആകുമ്പോ ഇങ്ങോട്ട് പോകണോ? നടന്നിക്കളയാ. പിന്നെ ശരി ശരി. ഓ ഓ ആ സുധി, ഒന്ന് നിൽക്കുക. ഓ ഇതൊക്കെ വാങ്ങാം. എന്നെ വക തങ്കത്തിനോട് പ്രത്യേകം പറയണോട്ടോ. ഉറപ്പായി. ഓ പോട്ടെ. ശരിയാണ്. അങ്ങനെ നീ തങ്കം പറ്റത്തില്ല. 2500 നയാ പൈസ പറയാൻ സമ്മതിക്കുകയാണ്. തങ്കം വന്നു തങ്കം. ചേട്ടനിവിടെ കണ്ടിട്ടില്ലല്ലോ. കേരളത്തിൽ വാ, അകത്തോട്ടിരിക്കാം. ഷോ. ഓ പിന്നെ കോപിക്കാതെ കേട്ടോ. ഞാൻ ഈ പരിക്കാരൊക്കെ ഇത്ര കണ്ട അതെ, ഇതാ നമ്മുടെ ആള് സുമാരൻ ചേട്ടൻ. കടപ്പുറയ്ക്ക് വന്ന് പിഴവണം നിൽക്കുന്നുണ്ടപ്പോ ഞാൻ ഓർത്ത് സുമാരൻ ചേട്ടാ, നേരെ ഇതാ നമ്മുടെ തങ്കം. ആ
അപ്പൊ ഐശ്വര്യമായിട്ട് ആ പെണ്ണ് കാണുക. എന്നിട്ടോ പ്രസിഡന്റ് അവരുടെ കാര്യം സാധിച്ചല്ലോ പ്രസിഡന്റ്. എങ്ങനെ പോവാൻ നോക്കാം. പറഞ്ഞാൽ മുഴുവനുണ്ട്. അതിങ്ങനെ നേരെ വെച്ചോളാം. അവൻ കൂടെ ആ ഞങ്ങളെ ഈ രണ്ടല്ല ഒന്നാ അല്ല ചേട്ടാ. പഴയ പോലെയല്ല. ഈ വീടൊക്കെ വൃത്തിയാക്കണ്ടായോ? നല്ല അഞ്ചാറ് പാത്രങ്ങളും പുത്തൻ മെത്തയും ഒത്തിരി ചെറുപ്പം വരികയോ? നിങ്ങളെല്ലാം ചെല്ലുള്ളാരും ഞങ്ങളെ ഒന്നുണ്ടാക്കി ഇതിനെങ്ങാനും വാ. പൈസ അവിടെ ഉണ്ട് കേട്ടോ. ശരി. എന്താ? ഒരു 3-4 ദിവസത്തിന് ഞാൻ എത്താം. നമുക്ക് മദ്രാസ് ടിക്കറ്റ് നിനക്ക് അവിടെ ബോംബെക്ക്. ബാക്കിയൊക്കെ പൗലോസിനോട് പറഞ്ഞ് തീർപ്പാക്കാം. എന്നാ കാശൊന്നും തോക്കണ്ടല്ലോ സോമ. കയ്യിൽ മിച്ചം വന്നതും 12 കിട്ടിയ എല്ലാം കൂടെ കൂട്ടിയാലൊരു 8,000 കാണത്തില്ലേ വെടിയിൽ? ഏകദേശം. ഏകേനടി പിള്ളേരുടെ കാശ് പിടിച്ച് മേടിക്കാൻ നോക്കും. ഇനി ഇതൊക്കെ നോക്കിയാൽ മതി. അവരാരമാരെ വെച്ച് കൂട്ടിയില്ലേ? സാധാരണ മതി. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് കാര്യം നോക്കും കേട്ടോ. എന്നാ പിന്നെ ഞാനോട് നീട്ട് ആരെപ്പോഴും 6 കൂട്ട പിടിക്കണം. അത്താഴത്തിന് കറിയൊക്കെ പിടിച്ചായിരുന്നോ? ചേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വേറെ ആരുമില്ലയോ? ഒറ്റ മോനോ?
പെട്ടെന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ചേട്ടാ വാ, കിടക്കാം. സുഖമായിരുന്നല്ലേ? പിള്ളേർ പറഞ്ഞാൽ ഞാൻ മാത്യൂസ്. നേർച്ചയില്ല ദുബായ് കുവൈറ്റിന്റെ അടുത്താണ്. തങ്കം. എന്തോ പണി മനസ്സിലായോ? എന്റെ ഒന്ന് എനിക്ക് നാളെ കഴിഞ്ഞ് മുമ്പേക്ക് പോകും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമോ? നീ പറഞ്ഞ സഹായം കൊടുക്കില്ല. നോക്ക്. ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? എന്നെ വെറുതെ വന്നേക്കും. അല്ലേ ചേട്ടാ? ശരിയായിരിക്കും. ഔട്ട്. വൈകരുതില്ല. ചേട്ടായി ഒന്നര കഴിച്ചോണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് കഴിച്ചാലോ? ഞാൻ വലിക്കില്ല. ഒരു സഹായമില്ല. ഇതിനെ പിടിക്കാൻ വന്നാണ് വിചാരിച്ചിട്ട്.
കണ്ടില്ലേ നമ്പൂതിരി ഒന്നും പറ്റില്ല. ഇത് തങ്കത്തിന് കൊടുത്തോളൂ. ആ ശരി. ഇല്ലടോ, ഈ പ്രദേശത്ത് നിങ്ങളടുത്ത് വന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കിയതായിട്ട് ഇനി സ്റ്റേഷനിൽ വരാത്ത ഏതെങ്കിലും കേസുകളുണ്ടോ അറിയത്തില്ല കേട്ടോ. എന്നാലും താൻ ഇങ്ങനെ ഒരു ചെത്തി നോട്ടത് ഒന്നും അന്വേഷിക്കാതാണ് നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തത്. പറയണ്ട സാറേ, അതങ്ങനെ നടന്നു തെറ്റുപറ്റിപ്പോയി. അവന്റെ പേര് തോന്നുന്നു. നാഗേന്ദ്രൻ. എന്നോട് ജോസഫ് എന്നാ പറഞ്ഞേ. കാസർഗോഡ് അലൂസ്. ഇതിന് ആള് കൊള്ളാമല്ലോ. കൂടെ വേണം. അത് സോമൻ, ഒറിജിനൽ പേരാ. അവൻ എനിക്ക് മുട്ടി ചെന്നത് പരിചയമുള്ള ഒരു ബ്രോക്കർ. അയാൾക്ക് ഒത്ത പറ്റിയതാ. രണ്ടുപേരും വെള്ളായനിക്കാരൻ. ഞാൻ ആ വഴിക്ക് ഒരാളെ വിട്ടായിരുന്നു. അത് വേറെ സാറേ. എടോ, കഴിഞ്ഞ ആഴ്ച ഏതോ ലോഡ്ജ് കയറുന്ന പരാതി തന്നില്ലേ? 2-3 പേര് ഒന്ന് താമസിച്ചിട്ട് വാർഡ് കൊടുക്കാൻ തോന്നിയ കേസ്. അയാൾ പെട്ടെന്നാ ലോഡ്ജിൽ നിന്ന് എന്നാലും താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഒരു സംശയം. നോക്കാം. ആദ്യം വന്ന 2 പേര് ഇവനുണ്ടായിരുന്നു സാറേ. കൂടെ പണ്ണൊരു തിങ്കളാഴ്ച അവർ പോയ രാത്രി അവന്മാർ കടന്നിറങ്ങിയത്. കാശ് തരാതെ എന്റെ 10,000 രൂപ പോയത്. കൂടത്തിൽ 2 ബെഡ്ഷീറ്റും. സാറേ നോക്കി. ഇത് കഴിച്ചില്ലായിരുന്നോ? അമ്മ വെക്കുന്ന പോലെ ഒപ്പം നോക്കിക്കേ. ചേട്ടാ, ഒന്ന് അമ്മയെ പോയി കാണുന്നു. ഉള്ളപ്പോ കണ്ണുറച്ച് കണ്ടോടെ. എന്തായാലും അമ്മ ഒരു പടം പോലും ഇട്ടു. അവൾക്ക് ആരുമില്ല കേട്ടോ. ഇതാര്? മുതലാളിയോ? 2 ദിവസം മുന്നേ ഒന്ന് പോയതല്ലേ ഉള്ളൂ. നാളെ ഒന്ന് തിരുവനന്തപുരത്ത് പോകും. 2-3 ബില്ല് മാറിക്കിടാനുണ്ട്. തിരിച്ചെത്താൻ 8-9 ദിവസം എടുക്കും. എന്നാ പിന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത് പറ. ആരെയും ഉള്ളതായി മുതലാളിക്ക്. ബില്ല് മാറാൻ പോകുന്നതിന് തക്കത്തിനൊരു വിസിറ്റ്. സത്യം, ഇവിടെ ഇങ്ങനെ വന്നു പോകാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ഈ കേട്ടം മാറാത്ത ബില്ല് മാറും, കിട്ടാത്ത കോൺട്രാക്ട് കിട്ടും. സുഖാണേ? ഞാനേ ഇത് 100,000 ചെലവേ. സുകുമാരൻ പോയി 4 സോഡ വാങ്ങിച്ചിട്ടോ.
അത് ഷാപ്പിൽ കയറി എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് വന്നാൽ മതി. ചിലപ്പോ ഇവിടെ നിന്ന് മുങ്ങും കേട്ടോ. നീ 3 ദിവസത്തിനകത്ത് വരും പറഞ്ഞിട്ട് ഒരാഴ്ച എവിടെയായിരുന്നു? ക്ഷമയാണെന്ന് ഞാൻ നിന്റെ കാര്യത്തിന് വേണ്ടി ഓട്ടത്തിലായിരുന്നു. ഒരാഴ്ചക്കകം മദ്രാസിലുണ്ടാവും. പൈസ കൊടുത്ത 15 ദിവസത്തിലാണ് നിന്റെ വിസ. ആ തക്കത്തിന്റെ കാശോ തട്ടി അതെ ബാക്കി നോക്കി വേണ്ടിയാണ് ഏർപ്പാട് ചെയ്ത് ചിടാറുണ്ടായിരുന്നത്. നമുക്ക് നേരം കാശെടുത്ത് അവിടെ അറിയുന്നതിന് മുമ്പ് ഈ കരവിടാണ്. നീ അങ്ങോട്ട് നോക്കും ഓട്ടെ തുറ്റിയെടുക്കല്ലേ. ആ ശരി ശരി. ചൂടാക്കി നോക്കി. ഓ എൻ്റെ പെട്ടിയെടുത്ത് മുങ്ങാൻ നിൽക്കട്ടോ. വെരിഫൈ ചെയ്ത് നോക്കിയാ പൈസ ഇല്ലേ ഇല്ലെങ്കിൽ കുറച്ചവിടെ വെക്കാനായിരിക്കും കേട്ടോ. അവൾക്ക് ഫുള്ള് വെക്കില്ല, അവൾക്കും വേണ്ടേ. മാലയെടുത്ത് അവൻ്റെ മാലയായിരിക്കും മിക്കവാറും. അപ്പോൾ തങ്കം എന്ന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 5 എപ്പിസോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്, അതായത് 6th പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യും. അതോടുകൂടി നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന എപ്പിസോഡ് തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തങ്കത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പതിവ് പോലെ തന്നെ നമ്മുടെ സുരാജ് ആണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണ്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്നിട്ട് വേണം കുവൈത്തിൽ പോകാൻ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട്. കാരണം തങ്കം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വേശ്യയായിട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവസാനം അവിടുന്ന് പൈസ എടുത്തിട്ട് മുങ്ങുന്നുണ്ട്. അത്ര ഈ സീരീസിൽ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി നാളെ.